അടൂർ പ്രകാശിന് പരോക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ UDF വിജയിച്ചത് 1000-ൽ താഴെ വോട്ടിനാണെന്നും ഉപതെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചാൽ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ തലയിൽ വരുമെന്നും കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് മലയാളത്തിന്റെ അഭിമുഖ പരിപാടിയായ ക്രോസ് ഫെയറിലായിരുന്നു മുരളീധരന്റെ പ്രതികരണം. എംപിമാരായ കെ സുധാകരനും അടൂർ പ്രകാശും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയായിരുന്നു കെ മുരളീധരന്റെ വിമർശനം. ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ജയിച്ചത് 1000-ൽ താഴെ വോട്ടുകൾക്കാണ്. മണ്ഡലത്തിനുള്ളിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തി. ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ BJP വിജയസാധ്യത മുൻനിർത്തി കെ മുരളീധരൻ അടൂർ പ്രകാശിനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചത്. അപ്പോൾ പ്രത്യേകിച്ചൊരു ബൈ ഇലക്ഷൻ വരുമ്പോൾ അവിടെ LDFനെ പോലെ തന്നെ BJPക്കും തുല്യ ശക്തിയുള്ള സ്ഥലമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ വി മുരളീധരനും അതേ 3-ാം സ്ഥാനത്ത് പോയെങ്കിലും 3-ാം സ്ഥാനത്ത് പോയ വി മുരളീധരനും 1-ാം സ്ഥാനത്ത് വന്ന അടൂർ പ്രകാശായിട്ട് 15,000 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അതായത് രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരുമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. ശശി തരൂർ 2-ാം സ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖരനെ 15,000 വോട്ടിന് തോൽപ്പിച്ചു. ആറ്റിങ്ങൽ അടൂർ പ്രകാശ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന വി മുരളീധരനെ തോൽപ്പിച്ചും 15,000 വോട്ട്. ഏതാണ് ഡിഫറൻസ്? 15,000 ഉണ്ട്. അപ്പോൾ അവിടേക്ക് ബൈ ഇലക്ഷൻ വന്നാൽ ഇടതുപക്ഷം മാത്രമല്ല ഈക്വൽ ശക്തിയിൽ BJP ഉണ്ട്. ഒരുപക്ഷെ നാളെ BJP ജയിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം കോൺഗ്രസിൻ്റെ തലയിൽ വരില്ലേ? എംപിമാർ മത്സരിക്കേണ്ട എന്നത് ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്നും അതിനുശേഷം വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ലെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ അവർക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് പറയായിരുന്നു ഞങ്ങൾ നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് അസംബ്ലിയാണ് താല്പര്യം. അത് എല്ലാവരും അംഗീകരിച്ചെടുത്ത തീരുമാനമാണ്. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത് എനിക്കറിയില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.